ഈ പൂത്തൊളിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ നിങ്ങൾ കാണുന്നില്ലേ? കണ്ടാൽ മാത്രം മതിയോ, നമുക്ക് ഉണ്ടാക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടി പച്ച മഞ്ഞ ചോപ്പ് 3 കിലോ എടുത്തോ, നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുമാതിരി ഒരു കളർ കിട്ടും. അതിന്റെ കൂടെ ഒരു ഇത്തിരി ബ്ലാക്കും കൂടി ചേർക്കുക. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കളറല്ല ഉദ്ദേശിച്ചത്, എന്റെ മനസ്സിലൊരു മണ്ണിന്റെ കളറൊക്കെ ആയിരുന്നു. കുഴച്ചു വന്നപ്പോൾ അത് വരാത്തോണ്ട് പിന്നെ കിട്ടിയ കളർ വെച്ച് ഞാൻ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു. പിന്നെ അതെ ഇതുപോലെ ഒന്ന് നീട്ടി പരത്തി നന്നായി ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിന്റെ രണ്ടറ്റവും ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇവന്മാർ തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണെന്ന് അടുത്തു കൂടെ പോകുമ്പോഴേക്കും അങ്ങോട്ട് പറ്റി പിടിച്ചോളും. അതുകൊണ്ട് ഒട്ടിക്കാനായിട്ട് ഒരു പ്രയാസം ഇല്ല കേട്ടോ. ഇങ്ങനെ മുകളിൽ 2 ലെയറും കൂടി അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ക്ലേ ഉരുട്ടി പരത്തി വട്ടത്തിലാക്കി എടുക്കുക. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതിന്റെ അടിഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചെടിച്ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇലകൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇത്തിരി ബ്ലാക്കും കുറച്ച് ഗ്രീനും എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് കിട്ടും. അതൊരു ഇലയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ക്ലേയുടെ കൂടെ കിട്ടുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ഇലകൾ ഉണ്ടാക്കി മാറ്റി വയ്ക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പൂക്കൾ ഉണ്ടാക്കലാണ്. ഇതാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള സ്റ്റെപ്പ് കേട്ടോ. കുറച്ച് വൈറ്റ് ക്ലേ എടുക്കുക, എന്നിട്ട് ഉരുട്ടി ചെറിയ ചെറിയ ബോളാക്കി മാറ്റുക. ഒന്ന് പ്രസ് ചെയ്തിട്ട് വട്ടത്തിലാക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് അടുപ്പിച്ച് ഒട്ടിച്ചതിന് ശേഷം മെല്ലെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. നേരത്തെ പോലെ തന്നെ കുറച്ച് പൂക്കളും കൂടി ഉണ്ടാക്കി വെക്കുക. ഇനി ഇവരെല്ലാം കൂടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ഇതാണ് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ആ ക്ലേ മിക്സിങ്ങിൽ ചെറുതായി ഒന്ന് പാളിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്റെ കയ്യിൽ നിന്ന് പോയിന്ന്. ബട്ട് ഉണ്ടാക്കി വന്നപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായിടാ. ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ തന്നെ എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മിനുക്ക് പണിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ബ്ലഷ് എടുത്തിട്ട് ആ വെള്ളപ്പൂവിന്റെ മുകളിൽ ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. നിർബന്ധമൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ അലങ്കോല പണികളോടൊക്കെ ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം.